നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. സ്ഥാനമൊഴിഞ്ഞ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് കേരളം വിട്ടു. സർക്കാരിൽ നിന്നും തലവേദന സൃഷ്ടിച്ച ആരിഫ് മുഹമ്മദ് ഖാന് വേണ്ട വിധത്തിൽ ഒരു യാത്രയയപ്പ് നൽകാൻ സംസ്ഥാന സർക്കാർ മിനക്കെട്ടില്ല. പക അതിപ്പോഴും സംസ്ഥാന സർക്കാരിൻ്റെ ഉള്ളിലും പിണറായിയുടെ ഉള്ളിലും ആളിക്കത്തുന്നു. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് അന്തരിച്ചതിനെ തുടർന്നുള്ള ദേശീയ ദുഃഖാചരണം കണക്കിലെടുത്ത് രാജ്ഭവനിലെ ജീവനക്കാർ നൽകാനിരുന്ന യാത്രയയപ്പ് യോഗവും വേണ്ട എന്ന് വെച്ചു. ആരിഫ് മുഹമ്മദ് ഖാൻ മടങ്ങിപ്പോകുമ്പോഴും സർക്കാർ ശത്രുത അവസാനിപ്പിക്കുന്നില്ല. ഗവർണർമാർക്ക് സർക്കാർ നൽകാറുള്ള പതിവ് യാത്രയയപ്പ് ഒഴിവാക്കുന്നത് അതുകൊണ്ടുതന്നെ. ഞായറാഴ്ച കേരളം വിടുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് ഒരു യാത്രയയപ്പ് നൽകേണ്ട എന്ന തീരുമാനം ഔദ്യോഗിക തലത്തിൽ കൈക്കൊണ്ടുവെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ. എന്തിനേറെ, ഗവർണർ യാത്ര തിരിക്കുന്നതിന് മുൻപ് രാജ്ഭവനിലെത്തി ഗവർണറെ കാണുക എന്ന ഔപചാരികത പോലും മുഖ്യമന്ത്രി പിണറായി വിജയൻ വേണ്ട എന്ന് വെച്ചു. ആരിഫ് മുഹമ്മദ് ഖാന്റെ മുൻഗാമിയായിരുന്ന പി സദാശിവത്തിന് ഊഷ്മളമായ യാത്രയയപ്പാണ് അന്ന് സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ നൽകിയത്. അന്ന് രാജ്ഭവൻ യാത്രയയപ്പ് സമ്മേളനത്തിന് പുറമെ മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ യാത്രയയപ്പ് സമ്മേളനവും നടത്തി. ചില വിഷയങ്ങളിൽ സർക്കാരുമായി അഭിപ്രായ ഭിന്നത ഉണ്ടായിരുന്നു എങ്കിലും സദാശിവത്തെ അന്ന് വാനോളം പുകഴ്ത്തിയിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ. വിമാനത്താവളത്തിൽ നേരിട്ടെത്തി അദ്ദേഹത്തെ യാത്രയയക്കാനും പിണറായി വിജയൻ അന്ന് തയ്യാറായി. സർക്കാരിനെ ഇത്രയേറെ പ്രതിസന്ധിയിലാഴ്ത്തിയ മറ്റൊരു ഗവർണർ ഒരുപക്ഷെ കേരളത്തിൽ ഉണ്ടായിരുന്നിട്ടില്ല. അതുതന്നെയാണ് സർക്കാരിന് ഇത്ര കണ്ട് പകയും ആരിഫ് മുഹമ്മദ് ഖാനോട് വളരാനുള്ള കാരണം. മുഖ്യമന്ത്രിയെ ഉൾപ്പെടെ പലപ്പോഴും സംശയനിഴലിൽ നിർത്തി. ധനമന്ത്രിയോടുള്ള പ്രീതി നഷ്ടപ്പെട്ടു എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചു. ആരിഫ് മുഹമ്മദ് ഖാനോട് ഒട്ടും മമത വേണ്ട എന്നതായിരുന്നു സർക്കാരിന്റെ പരസ്യ നിലപാട്. എന്തിനേറെ, ഇടതുമുന്നണിയുടെ നേതൃത്വത്തിൽ രാജ്ഭവന് മുന്നിലെത്തി അന്ന് ഗവർണർക്കെതിരെ പ്രതിഷേധ സമരം പോലും സംഘടിപ്പിക്കാൻ CPM തയ്യാറായി. ഒരു ഗവർണർ എന്നാൽ നയപ്രഖ്യാപനത്തിന് നിയമസഭയിൽ വരികയും സർക്കാരിന്റെ നയം അതേപടി വായിച്ചു മടങ്ങുകയും ചെയ്യുന്ന വ്യക്തിയല്ല എന്ന് കേരളത്തെ ബോധ്യപ്പെടുത്തി കൊടുത്ത ഒരു ഗവർണറാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. മുൻപൊക്കെ സർക്കാരുമായി ഗവർണർമാർ അങ്ങനെ കലഹിക്കുന്ന പതിവില്ല. എല്ലാം ഒരു പരസ്പര ധാരണയിൽ അങ്ങ് കൊണ്ടുപോവുകയാണ് പതിവ്. എന്നാൽ ആരിഫ് മുഹമ്മദ് ഖാൻ അത്തരം ചട്ടക്കൂടുകൾ പൊളിച്ചെറിഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ കൊള്ളരുതായ്മകൾക്കെതിരെ അദ്ദേഹം ആദ്യം കൃത്യമായ ചൂണ്ടുവിരലുയർത്തി. പിന്നീട് പിണറായി വിജയനെ ചൂണ്ടുവിരലിൽ നിർത്തി. സംസ്ഥാന സർക്കാരുമായി നിരന്തരം കലഹിച്ചു. സർക്കാരിൽ നിന്ന് യൂണിവേഴ്സിറ്റികളുടെ അധികാരം ഗവർണർ പിടിച്ചെടുത്തു. സർവകലാശാലകളും അനുബന്ധ സംവിധാനങ്ങളുമൊക്കെ സർക്കാരിന്റെ ഇഷ്ടക്കാരെ തിരികെ കയറ്റാനുള്ള ഒരു മാർഗമാക്കി അധംപതിപ്പിച്ചതിനെതിരെ ശക്തമായ നിലപാടെടുത്തു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. കേരളത്തിലെ സർവകലാശാലകളിലേക്ക് പാർട്ടി പ്രതിനിധികളെയും പാർട്ടി നോമിനികളെയും പാർട്ടി നേതാക്കളുടെ ഭാര്യമാരെയും അവരുടെ സ്വന്തക്കാരെയും ഒക്കെ തിരികെ കയറ്റുന്ന സ്ഥിരം ശൈലി പിഴുതെറിഞ്ഞുകൊണ്ടാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സർവകലാശാലകളുടെ ഭരണം നിയന്ത്രണത്തിലാക്കിയത്. സർക്കാരിന്റെ പട്ടിക വലിച്ചെറിഞ്ഞുകൊണ്ട് കൃത്യമായ അക്കാദമിക് രംഗത്ത് പ്രാഗൽഭ്യമുള്ളവരെ യൂണിവേഴ്സിറ്റി തലപ്പത്തെത്തിക്കാൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കഴിഞ്ഞു. തുടർന്ന് സർക്കാരുമായി അദ്ദേഹം നിരന്തരം കലഹിച്ചു. SFIക്കാർ മുതൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വരെയുള്ളവർ സമരവും പ്രതിഷേധവുമായി കളത്തിലിറങ്ങി. സംസ്ഥാന ഭരണകൂടം ഗവർണർക്കെതിരെ നിരവധി ഹർജികളുമായി ഹൈക്കോടതി ഉൾപ്പെടെയുള്ള നിയമ സംവിധാനങ്ങളെ സമീപിച്ചു. എന്നാൽ പിണറായി ഭരണത്തെ വരച്ച വരയിൽ നിർത്തിയായിരുന്നു ഗവർണർ തിരിച്ചടിച്ചത്. പിണറായി സർക്കാരുമായി ഏറ്റുമുട്ടിയ ഗവർണർ നിരന്തരം വാർത്തകളിൽ ഇടം പിടിച്ചു. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ നിയമസഭ പാസാക്കിയ പ്രമേയത്തിനെതിരെ അതിശക്തമായ നിലപാടെടുത്തുകൊണ്ടാണ് ഗവർണർ തന്റെ ശക്തി ആദ്യം പുറത്തെടുത്തത്. പിന്നീട് കണ്ണൂർ VC ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രന് പുനർനിയമനം നൽകാനുള്ള സർക്കാർ തീരുമാനത്തെ ചോദ്യം ചെയ്ത് പിണറായി വിജയനെ കശക്കിയെറിഞ്ഞു. നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഒപ്പിടാൻ വിസമ്മതിച്ച് സർക്കാരിനെ വീണ്ടും പ്രതിസന്ധിയിലാഴ്ത്തി. നയപ്രഖ്യാപനത്തിന്റെ തുടക്കവും ഒടുക്കവും മാത്രം വായിച്ച് നിയമസഭയിൽ നിന്ന് അങ്ങ് മടങ്ങി. രാഷ്ട്രപതിയായിരുന്ന രാംനാഥ് കോവിന്ദിന് ഡീലിറ്റ് നൽകാനുള്ള ഗവർണറുടെ താൽപര്യം സർക്കാർ നിർദ്ദേശത്തെ തുടർന്ന് കേരള സർവകലാശാല നിരസിച്ചു. തുടർന്ന് വലിയ ഏറ്റുമുട്ടലാണ് സർക്കാരും ഗവർണറും തമ്മിലുണ്ടായത്. സർക്കാരിനെതിരെ രാജ്ഭവനിൽ ഗവർണർ വാർത്താ സമ്മേളനം വിളിക്കുന്ന സാഹചര്യം പോലും ഉടലെടുത്തു. നടപടിക്രമങ്ങൾ പാലിച്ചില്ല എന്ന് കണ്ട് സാങ്കേതിക സർവകലാശാല VC നിയമനം സുപ്രീം കോടതി റദ്ദാക്കിയത് ആയുധമാക്കി 9 VCമാർക്ക് ഗവർണർ കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. ഇതിനിടയിൽ കാലടി, കണ്ണൂർ, ഫിഷറീസ് സർവകലാശാല വൈസ് ചാൻസലർമാർക്ക് തങ്ങളുടെ സ്ഥാനം നഷ്ടപ്പെട്ടു.
VC നിയമനത്തിൽ ഗവർണറുടെ അധികാരം എന്താണെന്ന് പിന്നീട് കേരള സർക്കാരിനെയും ജനങ്ങളെയും ബോധ്യപ്പെടുത്തി കൊടുത്തു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ഗവർണറുടെ അധികാരം കവരുന്ന ബില്ലുകൾ അദ്ദേഹം തടഞ്ഞുവെച്ചു എന്ന് മാത്രമല്ല, രാഷ്ട്രപതിക്ക് അയച്ചുകൊണ്ട് ആ ബില്ലുകൾ സർക്കാരിന് മുന്നിൽ ഒരു കീറാമുട്ടിയാക്കി തിരിച്ചെറിഞ്ഞു കൊടുത്തു. അങ്ങനെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണറെ മാറ്റാനുള്ള സർക്കാർ നീക്കങ്ങൾക്ക് തടയിട്ടുകൊണ്ടാണ് ഗവർണർ തിരിച്ചടിച്ചത്. ബില്ലുകൾ കൂട്ടത്തോടെ തടഞ്ഞുവെച്ചുകൊണ്ട് സർക്കാരിനെ വീണ്ടും പ്രതിസന്ധിയിലാഴ്ത്തിയ ഗവർണർ മുഖ്യമന്ത്രി പിണറായി വിജയനെ നേർക്കുനേർ വെല്ലുവിളിച്ചു. ഗവർണർ സർക്കാർ പോരിൽ 11 സർവകലാശാലകളിലാണ് വൈസ് ചാൻസലർ നിയമനം മുടങ്ങിയത്. കേരള, കാലിക്കറ്റ് സെനറ്റുകളിൽ സംഘപരിവാർ നോമിനികളെ ഗവർണർ തിരികെ കയറ്റിയെന്ന് ഇടതുപക്ഷം ആരോപണമുന്നയിച്ചു. ഒടുവിൽ SFI ഗവർണറെ വഴിയിൽ തടയുമെന്ന പ്രഖ്യാപനവുമായി കളത്തിലിറങ്ങിയപ്പോൾ അതിനെ നേർക്കുനേർ നേരിടാൻ ഗവർണർ തയ്യാറായി. തന്റെ ഔദ്യോഗിക കാറിൽ നിന്നിറങ്ങിയ ഗവർണർ SFIക്കാരെ നേർക്കുനേർ പോരിന് വിളിച്ചു. SFI ഗുണ്ടകൾ എന്ന് വിളിച്ചുകൊണ്ടാണ് ഗവർണർ SFI പ്രവർത്തകരെ നേരിട്ടത്. സമാനതകളില്ലാത്ത പോരാട്ടത്തിന്റെ അടയാളമായി മാറി അങ്ങനെ കേരളത്തിന്റെ ഗവർണർ. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ രൂക്ഷമായ ആരോപണ ശരങ്ങൾ എറിഞ്ഞുകൊണ്ട് ഗവർണർ ജനങ്ങളുടെ കയ്യടി നേടി. സ്വർണ്ണക്കള്ളക്കടത്ത് മുതൽ മലപ്പുറം ജില്ലയിലെ ഭീകരത വരെ ഗവർണർ ആയുധങ്ങളാക്കി സർക്കാരിനെതിരെ കൃത്യമായി ഉപയോഗിച്ചു. സംസ്ഥാനത്തെ യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലുമൊക്കെ ഗവർണർക്കെതിരെയുള്ള പോസ്റ്ററുകൾ ഉയർന്നപ്പോൾ ഗവർണർ പോലീസിനോട് അത് വലിച്ചു കീറിക്കളയാൻ ആവശ്യപ്പെട്ടുകൊണ്ട് തിരിച്ചടിച്ചു. സർക്കാരുമായി ഉടക്ക് തുടർന്നതോടെ ഗവർണർ വിളിക്കുന്ന പരിപാടികളിൽ മുഖ്യമന്ത്രി പങ്കെടുക്കും. എന്നാൽ സാധാരണക്കാർക്കിടയിൽ നിറഞ്ഞു നിൽക്കുന്ന ഗവർണർ പലപ്പോഴും ജനങ്ങളുടെ കയ്യടി നേടി. കോഴിക്കോട് മാനാഞ്ചിറ മൈതാനിയിലും മിഠായി തെരുവിലുമൊക്കെ ജനങ്ങൾക്കിടയിലൂടെ നടന്നു നീങ്ങുന്ന ഗവർണർ അങ്ങനെ ജനങ്ങൾക്ക് സ്വീകാര്യനായി മാറി. ഒരേ സമയം കേരളം കണ്ട ജനകീയ ഗവർണറായും അതേസമയം സർക്കാരിന് തലവേദന തീർത്ത ഒരു പോരാളിയായും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ 2 റോളുകളിൽ അങ്ങനെ കേരളം നിറഞ്ഞു. അതേ തലയുയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇപ്പോൾ ബീഹാറിലേക്ക് യാത്ര പോകുന്നതും. അടുത്ത ബീഹാർ ഗവർണറായി നിയമിതനായിട്ടുള്ള ഗവർണർ നേരത്തെ തന്നെ കേന്ദ്ര സർക്കാരിനോട് തനിക്ക് ഏതെങ്കിലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളുടെ ഗവർണർ പദവി നൽകണമെന്ന് അപേക്ഷിച്ചിരുന്നു. അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ ബീഹാറിലേക്കുള്ള പുതിയ ഗവർണറുടെ നിയമനം. കേരള ഗവർണറായി നിയമിക്കപ്പെട്ട രാജേന്ദ്ര അലേർക്കർ 2025 ജനുവരി 2 ചുമതലയേൽക്കും. ജനുവരി 1 അദ്ദേഹം കേരളത്തിലെത്തും. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് യാത്ര തിരിച്ചതോടെ അദ്ദേഹത്തിന് സുരക്ഷ നൽകിയിരുന്ന CRPF തങ്ങളുടെ ഔദ്യോഗിക ജോലി ഇന്ന് അവസാനിപ്പിക്കുന്നു. പുതിയ ഗവർണർ കേന്ദ്ര സർക്കാരിനോട് ആഭ്യന്തര മന്ത്രാലയത്തോട് അഭ്യർത്ഥിച്ചാൽ മാത്രമേ ഇനി CRPF സുരക്ഷ അദ്ദേഹത്തിന് നൽകൂ. 2024 സെപ്റ്റംബർ 5 ആരിഫ് മുഹമ്മദ് ഖാൻ കേരള ഗവർണറായി അധികാരമേറ്റത്. 5 കൊല്ലം പൂർത്തിയാക്കിയാണ് അദ്ദേഹത്തിന്റെ ഈ മടക്കം. സംഭവബഹുലമായ 5 വർഷങ്ങൾ. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ജനങ്ങളുടെ കയ്യടി നേടി എന്നു മാത്രമല്ല, മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലെ ഏറ്റവും തന്റെ ഇടമുള്ള കരുത്തനായ ഒരു രാഷ്ട്രീയ നേതാവിനെ വരച്ച വരയിൽ നിർത്തിയ മറ്റൊരു അധികാര കേന്ദ്രം കൂടിയായി എന്നതാണ് ഏറ്റവും വലിയ സവിശേഷത. തലയുയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ കേരളത്തിൽ നിന്ന് മടങ്ങിപ്പോകുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് കേരളത്തിന്റെ ബിഗ് സല്യൂട്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.